ആ അതൊക്കെ ചെക്കന്നെയാണ് സെറ്റല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അർഷിദ് സിബിന കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. 2 ദിവസം ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അൽഹംദുലില്ലാ. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കല്യാണം എങ്ങനെയാണ് നിങ്ങൾ രണ്ടാളും കണ്ടുമുട്ടിയത്? പണ്ട് മറ്റേ തട്ടത്തിന് മറയത്തിനുണ്ടല്ലോ ചോദ്യം, നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടി, നിങ്ങൾ എങ്ങനെ ഇത് തുടങ്ങി, അതിനെ കുറിച്ചിട്ടത് പറയാം. ഞാൻ ആളെ മീറ്റ് ചെയ്തായിരുന്നു കുറച്ച് മുന്നേ. പിന്നെ അങ്ങനെ വീട്ടുകാരായിട്ട് വിട്ടു. അങ്ങനെ ഒരു ലോ പ്ലസ് അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇതിലാണ് മുന്നോട്ട് പോയത്. പിന്നെ ഒരു 2 വർഷം മുന്നേ നമ്മുടെ നിക്കാവും കാര്യങ്ങളും കഴിഞ്ഞായിരുന്നു. പക്ഷെ അതൊരു ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ തന്നെ നമ്മളെ മനസ്സിലുണ്ട് നമ്മളിനി വെഡിങ് ചെയ്യുകയാണെന്ന്, നമ്മുടെ പരിപാടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്കൊന്നിനൊരു ഞാൻ നമ്മുടെ പരിമിതികൾ വെച്ചിട്ട് തന്നെ, പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ ചെയ്യണമെന്നുണ്ടായതുകൊണ്ടാണ് നമുക്ക് ബെസ്റ്റ് ആൻഡ് നമുക്കും കൂടെ അഫോർഡബിൾ ആവുന്ന രീതിക്കുള്ള, പക്ഷെ എന്നാൽ നമുക്ക് നല്ല ഒരു പ്രീമിയം എല്ലാ കാര്യങ്ങളും കിട്ടണം എന്നുള്ള രീതിക്കാണ് നമ്മൾ ക്യാപിറ്റൽ തിയേറ്ററിനെ നമ്മൾ കോൺടാക്ട് ചെയ്തത്. പക്ഷെ ഞാൻ വേറെ ഒരുപാട് ആൾക്കാരുടെ ഇൻസ്റ്റഗ്രാം പേജസും അതുപോലെ തന്നെ അവരുടെ കുറെ സെർച്ച് ചെയ്തായിരുന്നു നമ്മൾ മുന്നേ. ഇത് ക്യാപിറ്റൽ തിയേറ്റർ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു ബ്രാൻഡാണ് ക്യാപിറ്റൽ തിയേറ്റർ. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഞാൻ സമീപിക്കുന്നതിന് മുന്നേ, നിങ്ങളെ സമീപിക്കുന്നതിന് മുന്നേ നമ്മൾ വേറെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സിന് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവരുടെ വർക്കിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രൈസിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റാൻഡം പ്രൈസ് പറയും, പക്ഷെ നമുക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് ആണ്. പക്ഷെ നിങ്ങളുടെ ഇത് ഫ്രാങ്ക് ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ്, വെരി ഫ്രാങ്ക്. ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റ് വെച്ച് ഇപ്പോൾ സൊഫാനൊക്കെ അറിയാം, ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും അല്ല, ഞാൻ വീഡിയോഗ്രാഫർ ഫോട്ടോഗ്രാഫേഴ്സിന് ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അതിനും കുറഞ്ഞിട്ടാണ് എനിക്ക് നിങ്ങൾ ചെയ്തു തന്നെ. പക്ഷെ അത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നമുക്ക് ഇത്രയും ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ചെയ്തിരുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സമീപിക്കാണ്ടിരുന്നതും അതുകൊണ്ടാണ്. നമുക്ക് ഞാനൊരു എബോ ഒരു 2 lakh ഒക്കെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നിങ്ങളൊരു വർക്ക്. പക്ഷെ നിങ്ങൾ അതിന്റെ അണ്ടർ തന്നെ എല്ലാവർക്കും നല്ല പ്രീമിയം വർക്ക്സ് കൊടുക്കണം എന്നുള്ള ഒരു, അതായത് ഇപ്പോ എന്നെ പോലത്തെ ഒരു മിഡിൽ ക്ലാസ്സും അതുപോലെ തന്നെ ചെറിയ ലോ ബഡ്ജറ്റിൽ നോക്കുന്ന ആൾക്കാർക്കും ഹൈ ബഡ്ജറ്റിൽ നോക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ നല്ല സർവീസ് കൊടുക്കണം എന്നുള്ള നിങ്ങളെ ഒരു ഞാനത് മനസ്സിലാക്കിയതാണ്. ആ ഒരു വേ ഓഫ് പല ആളുകൾക്കും ഈ പറഞ്ഞ പോലെ പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ ഉണ്ട്. ക്യാപിറ്റൽ തിയേറ്ററിൽ ഇപ്പൊ എന്നോട് പല ആൾക്കാരും ചോദിക്കും നിങ്ങൾ ഇപ്പോൾ വലിയ വർക്കുകൾ മാത്രമേ എടുക്കാനുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മൾ ആര് എങ്ങനെയാണോ നമ്മുടെ അടുത്തേക്ക് എൻക്വയറി വരുന്നത്, അവരുടെ ആക്ടിവിറ്റീസ് എന്താണ്, അവരുടെ റിക്വയർമെന്റ് എന്താണ്, അതിനനുസരിച്ചുള്ള പാക്കേജ് നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ ആളുകൾക്ക് സമീപിക്കാൻ ഒരു പേടിയാണ്. അല്ല, ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. വിചാരിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ മുന്നേ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടീമിനെ ഞാൻ നിയർ ടു അഡ്വാൻസ്, അതായത് ഞാൻ ഒരു ദിവസം മുന്നേ ഞാൻ നിങ്ങൾക്ക് വിളിക്കാൻ വൈകിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ കൊട്ടേഷൻ എടുക്കാൻ ഉറപ്പായിട്ട് മാറിപ്പോയിരുന്നു. വെച്ചാൽ ഞാൻ പേര് പറയുന്നില്ല, ഇതാണല്ലോ. അപ്പൊ ഞാൻ അവർക്ക് ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ നമ്മൾ UPI പിന്നെ അടിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പൈസ അത്രയും ഞാൻ അവരുടെ വർക്കും ഒക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു ബഡ്ജറ്റ് അത്ര, ഞാൻ 2-3 ആൾക്കാർ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇത്രയും ബഡ്ജറ്റിന് ഈ ഒരു വർക്ക് ഓക്കെ അല്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ക്യാപിറ്റൽ തിയേറ്ററിനെ ആണെന്നുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് ഏൽപ്പിച്ചോ, അത് അവര് അടിപൊളിയാക്കി തരും എന്നുള്ളൊരു കോൺഫിഡൻസ്. പിന്നെ ഇന്നലത്തെ വർക്ക് ഞങ്ങൾ പേഴ്സണലി ഡിസ്കസ് ചെയ്തു. നമ്മൾ അടിപൊളി, മാഷാ അല്ലാ അടിപൊളിയായിരുന്നു. നമ്മളത് എന്താ പറയാ, ഇന്നലത്തെ വീഡിയോസും ഫോട്ടോസും ആ ഒരു ഹറിബറിന്ന് നമ്മൾ അത്രയും നല്ല രീതിക്ക് ക്യാപ്ചർ ചെയ്തു. പിന്നെ നമ്മൾ പുറത്ത് ഔട്ട് സൈഡ് എടുത്ത ഫോട്ടോസും വീഡിയോസും എനിക്കൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ, അതും അടിപൊളിയായി, ഫോട്ടോസും അടിപൊളിയായി. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഫോട്ടോസൊക്കെ വേറെ നമ്മൾ മുന്നത്തെ പരിപാടിക്കും എല്ലാത്തിനും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ എൻ്റെ കൂട്ടുകാരുടെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുന്നതാണ്. അതൊരു ചില ആൾക്കാർ ഫ്രണ്ട്ലി ആയിരിക്കും, ചില ആൾക്കാർ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു ബിഹേവിയർ. ഇപ്പൊ ഞാനും മാറ്റമ്മാനും ഇപ്പോ നമ്മളെ തായർക്കും പിന്നെ സഹലും ഒക്കെ, അതായത് നമ്മൾ 2 ദിവസം കൊണ്ട് നല്ല കമ്പനിയായി അല്ലേ. നമ്മള് ശരിക്കും
താരിക്ക് അത്രയും മിങ്കിളാണ്. താര എല്ലായിടത്തും അങ്ങനെ തന്നെ. താരന്റെ ചിരിയാണ് ഹൈലൈറ്റ്. പിന്നെ ജസീർ ഖാനെ പറ്റി പിന്നെ പറയണ്ടല്ലോ, മൂപ്പര് പിന്നെ ഓവറോൾ എല്ലായിടത്തും ഉണ്ടാവും, എന്തിന്റെയൊക്കെ കുറവുണ്ടാവും മൂപ്പര് അവിടെ ഉണ്ടാവും. പിന്നെ അപ്പൊ എല്ലാവരോടും അത് ഞാൻ ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതൊരു ഒരു 2 hours കൊണ്ടൊക്കെ നമ്മൾ അത്രയും കണക്ട് ആവുക. ബ്രൈഡിനോടും ഗ്രൂമിനോടൊക്കെ നമുക്ക് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങോട്ട് നിൽക്കണോ ഇങ്ങോട്ട് നിൽക്കണോ അല്ലെങ്കിൽ എവിടെ നിൽക്കണം. ഇപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞ പോലെ കൈ എവിടെ വെക്കണം ഒരു കൺഫ്യൂഷനാണ്. പക്ഷെ ഇങ്ങനത്തെ ഒന്നും ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു പേടി ബേജാറോ ഒന്നും നമുക്ക് തോന്നില്ല. സിമ്പിൾ ആയിട്ട് അറ്റാച്ച് ആവുന്ന രീതിയിൽ. അതെ. ബ്രൈഡിന് എന്തും പറയാനില്ല, എന്നാലും മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ പിക്ചറൊക്കെ എടുക്കാൻ പറ്റില്ലേ? ഒക്കെ സെറ്റല്ലേ? പിന്നെ ഇനിയിപ്പോ വേറെ എന്താണ് പറയാനുള്ളത്? ഞാനെല്ലാം പറഞ്ഞു തീർന്നു. നിങ്ങൾ പറഞ്ഞു തീർന്നു എന്നുള്ളത് മാത്രമല്ല, ഞാൻ പ്രതീക്ഷിച്ചേക്കാൾ അപ്പുറത്തേക്കുള്ള സംഭവം നിങ്ങൾ തന്നു. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാത്തിനും ഇപ്പം നിങ്ങൾ മുമ്പ് ഇവൻറ്റിൻ്റെ ഒരു ഇതെടുത്തു, ബാക്കപ്പ് നിങ്ങൾ എടുത്തു. ഇപ്പോഴത്തെ ഒരു ആവശ്യമാണിത്. ഇപ്പം നമ്മളെന്താ വെച്ചാൽ ഒരു വീട്ടിലേക്ക് ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫർമാർ, ഇവൻ്റ് ടീമും വീഡിയോ എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു കസ്റ്റമറോട് അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഒരു വർക്കിൻ്റെ ഏറ്റവും വലിയ കോൾ. അപ്പം അത് നിങ്ങളിലൂടെ തന്നെ ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാനെ പറ്റിനേക്കാൾ കൂടുതൽ നിങ്ങൾ ബഡ്ജറ്റിൻ്റെ കാര്യം അടക്കം പറഞ്ഞു. ഇപ്പം ഈ കാര്യത്തിൽ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ക്യാപിറ്റൽ തിയേറ്ററിൽ ഇപ്പം എൻ്റെ കൂടെ, അതായത് ഞാൻ 28 വർഷമായി ഫോട്ടോഗ്രാഫിയിൽ, അന്ന് ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ചെയ്തിരുന്ന അന്നത്തെ ക്ലൈൻ്റ് അടക്കം ചിലപ്പോൾ ഇപ്പം എന്നെ വിളിക്കാം, നിങ്ങൾ വലിയ ആൾക്കാരാണ്, നിങ്ങളെ വിളിച്ചാൽ കിട്ടൂല, ബഡ്ജറ്റൊക്കെ കൂടുതലാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സാധാ ഒരു കല്യാണം ക്യാപിറ്റൽ തിയേറ്ററിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ബഡ്ജറ്റ് ഞങ്ങളെടുത്തിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് വന്നാൽ മാത്രം അല്ല, ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റ് കൺസേൺ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ബഡ്ജറ്റിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റും, അത്രേ ഉള്ളൂ. എനിക്കൊന്നും ഞാൻ കുറെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എൻ്റെ ഒരു ബഡ്ജറ്റ് പ്രതീക്ഷ വന്നത്. പക്ഷെ എല്ലാം ഇൻക്ലൂഡിങ് ആൽബം, അതുപോലെ തന്നെ വീഡിയോ, അതുപോലെ തന്നെ സ്റ്റിൽസ് ആയാലും 2 ദിവസത്തെ പരിപാടി ആയാലും ഒക്കെ നമ്മുടെ മാഷാഅല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇനിയും വീണ്ടും നമ്മുടെ എന്താ പറയുക ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ നമുക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഞാനും ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതാണ് അവിടെ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ക്യാപിറ്റൽ തിയേറ്ററിൻ്റെ വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫി ഇറ്റ് വാസ് അമേസിങ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തതിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്, സത്യം പറഞ്ഞാൽ റിവ്യൂ ആണ് നിങ്ങളത് കിട്ടിയത്. അപ്പോൾ ഒരുപാട് നന്ദി. എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോട്ടെ രണ്ടാളും. ബാക്കപ്പ്